നമസ്കാരം. ഈ ആഴ്ച, അതായത് ഡിസംബർ 29 മുതൽ ജാനുവരി 4 വരെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയങ്ങളും മോശ സമയങ്ങളും തിരിച്ചറിഞ്ഞ് അവസരോചിതമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നക്ഷത്ര വാരഫലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേടം രാശിക്കാർ. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗക്കാരാണ് മേടം രാശിക്കാർ. ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച അല്പം മെച്ചപ്പെടും. ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ വ്യായാമം അല്ലെങ്കിൽ യോഗ ചെയ്യുക. രാവിലെയും വൈകുന്നേരവും ഏകദേശം 30 മിനിറ്റ് പതിവായി നടക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി പുതിയ സാമ്പത്തിക പദ്ധതികൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ ചില കാരണങ്ങളാൽ പണവുമായി ബന്ധപ്പെട്ട പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ അതിനു മുൻപ് അതിൻ്റെ നന്മയും പോരായ്മകളും മനസ്സിലാക്കി അതിനുശേഷം മാത്രം തീരുമാനത്തിലെത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചെന്ന് വരാം. ഈ ആഴ്ചയുടെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് നല്ല കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. വീട്ടിലെ പ്രായം കുറഞ്ഞ അംഗങ്ങൾ നിങ്ങളെ ആകർഷിക്കും. അതുപോലെ തന്നെ ഈ സമയം മുതിർന്ന അംഗങ്ങൾക്കിടയിൽ ഒരു മികച്ച പ്രതിച്ഛായ സ്ഥാപിക്കാനും കഴിയും. ഇതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കം എന്നേക്കുമായി ഒഴിവാകും. പ്രണയത്തിലെ നിങ്ങളുടെ പെട്ടെന്നുള്ള മോശപ്പെരുമാറ്റം ബന്ധത്തെ തന്നെ ബാധിച്ചേക്കാം. അതിനാൽ നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിക്കുകയും പങ്കാളിയുമായി മാന്യമായി പെരുമാറുകയും ചെയ്യുക. ആവശ്യമെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടതുമാണ്. ഈ ആഴ്ച പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കാം. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. അതിനാൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഇടവം രാശിക്കാർ. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം അരഭാഗക്കാരാണ് ഇടവം രാശിക്കാർ. ഈ സമയത്ത് നിങ്ങൾക്ക് വ്യായാമമോ യോഗയോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ഈ സമയത്ത് പല ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അനുകൂലമായ ചലനം മൂലം നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകാൻ സാധിക്കും. ഇതിനാൽ ഈ അവസരം നിങ്ങൾ നന്നായി തന്നെ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ പണം നിങ്ങൾ ഇപ്പോൾ ശേഖരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് പിന്നെ ഉപകാരപ്പെടൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യസമയത്ത് നിങ്ങൾക്ക് ഈ കാര്യം അറിയാമെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഭാവിയിലേക്ക് പോകാൻ സാധിക്കും. അല്ലാത്ത പക്ഷം വരുന്ന സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ടി വരും. അത് പണത്തിൻ്റെ കാര്യമായാലും സമാധാനത്തിൻ്റെ കാര്യമായാലും. ഈ ആഴ്ച ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും നിങ്ങളുടെ ആവശ്യം മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് നിങ്ങളിൽ അവരെക്കുറിച്ചുള്ള മോശമായ ഒരു ചിന്ത വരുത്തിയേക്കാം. ഈ സമയം നിങ്ങൾ മറ്റുള്ളവരിൽ മാറ്റം വരുത്തുന്നതിന് പകരം സ്വയം മാറ്റം വരുത്തുവാൻ ശ്രമിക്കുക. പ്രണയബന്ധത്തിൽ നിങ്ങളുടെ അസ്ഥിരമായ സ്വഭാവം കാരണം ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. ഇതിൻ്റെ നേരിട്ടുള്ള സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെയും ബാധിക്കുന്നതായി കാണുന്നു. മാത്രമല്ല, ഇതുമൂലം നിങ്ങളുടെ മനസ്സിനെ ഏകീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത അവസ്ഥ വന്നേക്കാം. ഈ ആഴ്ച നിങ്ങളുടെ മികച്ച ജോലിയും പ്രവർത്തനശേഷിയും കൊണ്ട് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്ക് നിങ്ങളിൽ വളരെയധികം ആകർഷണവും ഉണ്ടാകും. അവ നിങ്ങൾക്ക് അവരുടെ പ്രശംസയും അവരുമായി നിങ്ങളുടെ ബിസിനസ് വളരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാം. ഈ ആഴ്ച പല വിദ്യാർത്ഥികൾക്കും അവരെ മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിച്ച് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ഫലം ലഭിക്കണമെന്നില്ല, പക്ഷെ അതിനുവേണ്ടി പ്രയത്നിക്കുക. മിഥുനം രാശിക്കാർ. മകയിരം അര, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗക്കാരാണ് മിഥുനം രാശിക്കാർ. ഈ സമയത്ത് സ്പോർട്സ് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് സഹായിക്കും. ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ കടം വാങ്ങിച്ച ആളുകൾ നിങ്ങളുടെ വീടിന്റെ വാതിലിൽ വന്ന് പണം ആവശ്യപ്പെടാനുള്ള സാധ്യത കാണുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പണം തിരികെ നൽകുന്നതിനാൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതുപോലെ കാശ് നൽകാതിരുന്നാൽ നിങ്ങളുടെ പ്രശസ്തിയെയും അത് ബാധിച്ചെന്നിരിക്കാം. ഈ ആഴ്ച വീട്ടിലെ മറ്റ് സ്ത്രീകളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനാൽ തന്നെ കുടുംബത്തിൽ ബഹുമാനവും ആദരവും വർദ്ധിക്കുന്നതിനൊപ്പം മറ്റ് അംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രണയജാതകം അനുസരിച്ച് ഈ ആഴ്ചയിലെ സമയം നിങ്ങളുടെ പ്രണയ വിവാഹത്തിന് അനുകൂലമായി കാണുന്നു.
ജാതകത്തിൽ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇത് നിങ്ങളെ വളരെയധികം സമാധാനവും സന്തോഷവും നൽകും. ഈ ആഴ്ച നേരത്തെ നടത്തിയ എല്ലാ നിക്ഷേപങ്ങളും നിങ്ങൾക്ക് പ്രയോജനകരമാകും. എന്നാൽ നിങ്ങൾ പങ്കാളിത്തത്തിൽ വ്യാപാരം നടത്തുന്ന ഒരാളാണെങ്കിൽ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം. ഇക്കാരണത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു വന്നേക്കാം. ഈ ആഴ്ച വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ദേഷ്യവും മുൻകോപവും കാരണം വിദ്യാർത്ഥികൾക്ക് അവരുടെ ഗുരുക്കന്മാരുമായി ഒരു സംവാദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും അവർ ഇത്തരം വഴക്കുകളിൽ നിന്ന് പരമാവധി ഒഴിവാകേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചേക്കാം. കർക്കിടക രാശിക്കാർ പുണർദം കാൽഭാഗം പൂയം ആയില്യം നാളുകാരാണ്. ഈ ആഴ്ച ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴികെ വലിയ രോഗം വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും ഏതെങ്കിലും ദീർഘകാല രോഗമുണ്ടെങ്കിൽ വീട്ടിൽ സ്വയം ചികിത്സ നേടാതെ ഡോക്ടറുടെ ഉപദേശപ്രകാരം മരുന്നുകൾ കഴിക്കേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങളുടെ കയ്യിൽ പണമുള്ളിടത്തോളം കാലം നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നത് തുടരുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ മുഴുവൻ പണം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ അധിക പണം സുരക്ഷിതമായ സ്ഥലത്തേക്ക് സൂക്ഷിക്കേണ്ടതാണ്. വരും സമയത്ത് ഈ പണം ഉപയോഗിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും രക്ഷയുണ്ടാകും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബജീവിതത്തിന് സമാധാനമായിരിക്കും. അതിനാൽ തുടക്കത്തിൽ പോലും മുൻകരുതലുകൾ എന്ന നിലയിൽ വീടിന് കേടുപാടുകൾ വരുന്ന ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ വളരെ കാലമായി ഒരു ബന്ധത്തിലാണെങ്കിൽ ഈ ആഴ്ച അവരുമായുള്ള വിവാഹം നടന്നേക്കാം. കൂടാതെ ഭാവിയിൽ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രം നൽകാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ മുതിർന്നവരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കില്ല. അതിനാൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ചിലപ്പോൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. തൽക്കാല ഫലമായി ജോലികളിൽ തടസ്സമുണ്ടായേക്കാം. ഇതുമൂലം നിങ്ങൾക്ക് വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. ഈ ആഴ്ച വിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടുന്നതിന് അവരുടെ ലക്ഷ്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നത്തെ കഠിനാധ്വാനം പോലും പാഴായേക്കാം. ചിങ്ങം രാശിക്കാർ മകം പൂരം ഉത്രം കാൽഭാഗക്കാരാണ് ചിങ്ങം രാശിക്കാർ. ഈ ആഴ്ച ഒരു സുഹൃത്തിന്റെ അല്ലെങ്കിൽ സഹപ്രവർത്തകന്റെ സ്വാർത്ഥ പെരുമാറ്റം നിങ്ങളുടെ മാനസിക സമാധാനം തകർത്തേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ വാഹനം ഓടിക്കുമ്പോഴും നിങ്ങൾക്ക് സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിന്ന് വരില്ല. അതിനാൽ ഈ ആഴ്ച ഡ്രൈവിംഗ് സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ ആഴ്ച മികച്ചതായിരിക്കില്ല. പണവുമായി ബന്ധപ്പെട്ട് നിരവധി ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരുമായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പണം സ്വരൂപിക്കാനും കഴിഞ്ഞെന്ന് വരില്ല. ഇത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായുള്ള തർക്കം പരിഹരിക്കുന്നതിന് നിങ്ങൾ പലപ്പോഴും മൂന്നാമത്തെ വ്യക്തിയെ ആശ്രയിച്ചെന്ന് വരാം. ഇത് നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുമായിരിക്കും. പക്ഷെ ഇതിനാൽ പിന്നീട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. അതിനാൽ ഈ ആഴ്ച ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. കാരണം മറ്റുള്ളവരുടെ ഇടപെടലുകൾ നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സമുണ്ടാക്കിയേക്കാം. അതിനാൽ പങ്കാളിയുമായി കാര്യങ്ങൾ സ്വയം ചർച്ച ചെയ്ത് എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംവദിക്കാനുള്ള നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനുമുള്ള അവസരം ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കും. ഇതിലൂടെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ എന്തിനാണ് നിങ്ങളോട് മോശമായി സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം നിങ്ങൾ അറിഞ്ഞാലുടൻ നിങ്ങളുടെ മനസ്സിൽ സമാധാനമുണ്ടാകും. ഈ സമയത്ത് അവരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുക. ഈ ആഴ്ച കൂടുതലായി പഠിക്കുന്നത് മൂലം നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിക്കുകയും ഉത്കണ്ഠ അനുഭവപ്പെടുകയും ചെയ്യുക. ഇത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കന്നിരാശിക്കാർ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര അരഭാഗക്കാരാണ് കന്നിരാശിക്കാർ. വീട്ടിൽ നിന്ന് വളരെ അകലെ താമസിക്കുന്നവർക്ക് ഫോണിലൂടെയോ മറ്റ് ആശയവിനിമയ മാധ്യമങ്ങളിലൂടെയോ അടുത്ത കുടുംബാംഗത്തിന്റെ അനാരോഗ്യത്തെക്കുറിച്ച് കേൾക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കും. ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തികം മികച്ചതായിരിക്കും. പ്രത്യേകിച്ചും ഈ കാലയളവിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള നിരവധി അവസരങ്ങൾ ഒരുക്കി തരും. നിങ്ങളുടെ പ്രതിച്ഛായ ഉയരും.
ഈ ആഴ്ച നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും. ഇതുമൂലം നിങ്ങൾക്കൊരു മതസ്ഥലത്തേക്കോ ബന്ധുവിന്റെ സ്ഥലത്തേക്കോ മുഴുവൻ കുടുംബവും ഒരുമിച്ച് യാത്ര പോകാൻ സാധിക്കും. നിങ്ങളുടെ പ്രണയ പങ്കാളിയിൽ ദേഷ്യം ഉണ്ടാകാനാണ് സാധ്യത കാണുന്നത്. ഇത് നിങ്ങൾക്കിടയിൽ അനാവശ്യ വാദങ്ങൾക്ക് വഴിയൊരുക്കും. നിങ്ങളുടെ രാശിയിലെ ഗ്രഹസ്ഥാനങ്ങൾ ഈ സമയത്ത് നിങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് സ്ഥാനമാറ്റം അല്ലെങ്കിൽ ജോലിയിൽ നല്ല മാറ്റം ലഭിക്കാൻ സഹായിക്കും. എന്നിരുന്നാലും ഇതിനായി നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധം തുടക്കം മുതൽ തന്നെ മെച്ചപ്പെടുത്തേണ്ടതാണ്. ഈ ആഴ്ച നിരവധി വിദ്യാർത്ഥികൾ അവരുടെ അറിവ് കാഴ്ചവെക്കുകയും അവരുടെ വീട്ടിലെ ചില ജോലികളിൽ സഹായിക്കുകയും ചെയ്യും. തുലാം രാശിക്കാർ. ചിത്തിര അര, ചോതി, വിശാഖം മുക്കാൽ ഭാഗക്കാരാണ് തുലാം രാശിക്കാർ. ഈ ആഴ്ച നിങ്ങളിൽ ധാർമ്മിക ബോധം വളരും. ഇക്കാരണത്താൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായും വീട്ടുകാരുമായും ഒരു മതസ്ഥലം സന്ദർശിക്കാൻ നിങ്ങൾ പദ്ധതിയിടുകയും അവിടെ വിശുദ്ധ വ്യക്തികളുടെ അനുഗ്രഹം നേടാൻ സാധിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ധാരാളം മാനസിക സമാധാനം നൽകും. ഭാവിയിൽ വില വർദ്ധിച്ചേക്കാവുന്ന അത്തരം കാര്യങ്ങൾ വാങ്ങുന്നതിന് ഈ ആഴ്ച നല്ലതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ, വീട്, ഭൂമി അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. ഇത് ഭാവിയിൽ മികച്ച ലാഭം നേടാനുള്ള അവസരം നൽകും. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പലപ്പോഴും നിങ്ങൾ സ്വന്തമായി പ്രോജക്റ്റുകൾ ഉണ്ടാക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ വളരെയധികം മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ആഴ്ച എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും നിങ്ങൾ സ്വന്തമായി ആലോചിച്ച് തീരുമാനിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കൈവരികയുള്ളൂ. പ്രണയരാശിക്കാർക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കും. ഈ സമയത്ത് ഗ്രഹങ്ങളുടെ ശുഭകരമായ സ്ഥാനം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അനുയോജ്യമായ ഒരു അവസരമുണ്ടാകും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ അഹംഭാവം മൂലം നിങ്ങൾ ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കുന്നത് ഒഴിവാക്കും. എന്നിരുന്നാലും മികച്ച ഫലങ്ങൾക്കായി നിങ്ങൾക്ക് മുതിർന്നവരുടെ പിന്തുണ ആവശ്യമാണ് എന്നത് മനസ്സിലാക്കേണ്ടതാണ്. വൃശ്ചിക രാശിക്കാർ. വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നാളുകാരാണ് വിശാഖം രാശിക്കാർ. ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം കഴിഞ്ഞ ആഴ്ചയേക്കാൾ മികച്ചതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ആരോഗ്യവും ശക്തമായിരിക്കുന്നതിനാൽ നിങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ജോലികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള സാധ്യതയും ഈ ആഴ്ച ഉണ്ടാകും. ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതം ഊർജം നിറഞ്ഞതായിരിക്കും. ഈ ആഴ്ച നിങ്ങൾ പല മാധ്യമങ്ങളിൽ കൂടിയും പണം സമ്പാദിക്കുന്നത് തുടരും. ഈ സാഹചര്യത്തിൽ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല പദ്ധതി തയ്യാറാക്കേണ്ടതാണ്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പണം ഒരു പരിധിവരെ ലാഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ഈ ആഴ്ച ജോലിയിൽ ഉയരുന്നതിനായി ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ചെന്ന് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കുറച്ച് സമയത്തേക്ക് സംതൃപ്തി നൽകിയേക്കാം. എന്നാൽ ഭാവിയിൽ നിങ്ങൾ ചില വലിയ കുഴപ്പങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനാൽ തെറ്റായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ഈ ആഴ്ച വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ നിരവധി മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയം അവർക്ക് വളരെ ഫലപ്രദമാണ്. ധനുരാശിക്കാർ. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗക്കാരാണ് ധനുരാശിക്കാർ. ഈ ആഴ്ച ഉയർന്ന ആരോഗ്യത്തിനായി നിങ്ങളുടെ വ്യായാമം ആരംഭിക്കേണ്ടതാണ്. നിങ്ങളുടെ ദിനചര്യയിൽ നല്ല മാറ്റങ്ങൾ ഏർപ്പെടുത്തുക. അത് പതിവായി നിലനിർത്താനും ശ്രമിക്കുക. ഈ ആഴ്ച ഓഫീസിൽ നിങ്ങളുടെ മുമ്പത്തെ കഠിനാധ്വാനം അനുസരിച്ച് നല്ല ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. കൂടാതെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ആഴ്ച മികച്ച ശമ്പളത്തോടെ നല്ല ഓഫറുകളും ലഭിക്കും. അതിനാൽ ഈ സമയത്ത് എല്ലാ അവസരങ്ങളും ശരിയായി പ്രയോജനപ്പെടുത്തുക. ബന്ധുക്കളുമായുള്ള ബന്ധം പുതുക്കുന്നതിൽ ഈ ആഴ്ച നിങ്ങൾ പ്രത്യേക വിജയം കണ്ടെത്തും. ദീർഘകാലമായി നിലനിന്നിരുന്ന വീട്ടുജോലികൾക്ക് ഈ സമയം നല്ലൊരാഴ്ചയായിരിക്കും. ഈ ആഴ്ച നിങ്ങൾ ജോലി സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തോടെയും കേന്ദ്രീകൃതമായും സംഘടിതമായും ജോലികൾ ചെയ്യും. ഇതിന്റെ സഹായത്തോടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും.
ചില രാശിക്കാർക്ക് ഈ സമയത്ത് ഒരു വിദേശ കമ്പനിയിൽ ചേരാനുള്ള അവസരം ലഭിക്കും. ഈ ആഴ്ച നിങ്ങളുടെ രാശിയിലെ ശുഭഗ്രഹങ്ങളുടെ സംയോജനം വിവിധ വിഷയങ്ങളിലെ നിങ്ങളുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. മകരം രാശിക്കാർ ഉത്രാടം മുക്കാൽ ഭാഗക്കാരും തിരുവോണം അവിട്ടം അരഭാഗക്കാരുമാണ് മകരം രാശിക്കാർ. ഈ ആഴ്ച നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിക്കുന്നത് പുറത്തു നിന്നുള്ള ഭക്ഷണമാണെങ്കിൽ അത് അധികവും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച സാമ്പത്തിക ജീവിതത്തിലെ ആവേശകരമായ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ മികച്ച തലത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേക്കാൾ ശക്തമാക്കാനും സഹായിക്കും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളോട് നന്നായി പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിലും നിങ്ങളും അവരോട് അതേ രീതിയിൽ പെരുമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രണയത്തിൽ നിങ്ങളുടെ പെട്ടെന്നുള്ള മോശപ്പെരുമാറ്റം ബന്ധത്തെ ബാധിച്ചെന്ന് വന്നേക്കാം. അതിനാൽ നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിക്കുകയും പങ്കാളിയുമായി മാന്യമായി പെരുമാറുകയും ചെയ്യേണ്ടതാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ ഈ ആഴ്ച സമ്മർദ്ദത്തിൽ നിന്നും നേരിയ ആശ്വാസം ലഭിച്ചേക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിലേക്ക് കേന്ദ്ര ശ്രദ്ധീകരിക്കുവാൻ ഈ ആഴ്ച സഹായിക്കും. മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിക്കുക. മറുവശത്ത് നിങ്ങൾക്ക് പഠനത്തിലെ ഒരു സാധാരണ വിദ്യാർത്ഥിയാണെങ്കിൽ വിജയം നേടുന്നതിന് ഈ ആഴ്ച നിങ്ങളുടെ അധ്യാപകരുടെ സഹായം ആവശ്യമായി വന്നെന്നിരിക്കാം. കുംഭം രാശിക്കാർ അവിട്ടം അരഭാഗം ചതയം പൂരിട്ടാതി മുക്കാൽ ഭാഗക്കാരാണ് കുംഭരാശിക്കാർ. ഈ ആഴ്ച നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാം. അതുമൂലം നിങ്ങളുടെ മനസ്സിന് ദൈനംദിന ജോലികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം വന്നേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ സ്പോർട്സ് പോലുള്ള ചില പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതുമ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. മുൻകാലങ്ങളിൽ പണവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച അതിൽ നിന്ന് ആശ്വാസം ലഭിക്കും. സാഹചര്യം വഷളാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിനാൽ നിങ്ങൾക്ക് നിയമപരമായി എന്തെങ്കിലും കുഴപ്പങ്ങളിൽ അകപ്പെട്ടെന്ന് വന്നാലും വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. അതിനാൽ പണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വളരെ ബുദ്ധിപരമായി എടുക്കുക. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം ഉയരും. കൂടാതെ കൂടപ്പിറപ്പുകളുടെ ആരോഗ്യം ഈ സമയത്ത് നന്നായിരിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പണം ചിലവായേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നെന്നിരിക്കാം. അത് നിങ്ങളുടെ ബഹുമാനം ഉയർത്തും. ഈ സമയം നിങ്ങളുടെ പ്രണയത്തിന് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. ഈ ആഴ്ച പ്രണയ വിവാഹങ്ങൾക്ക് സാധ്യത കാണുന്നു. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ചെയ്ത ചില തെറ്റുകൾ മൂലം ഓഫീസ് മീറ്റിംഗിൽ നിങ്ങൾ വിഷമിക്കേണ്ടതായി വരുന്നു. എന്നിരുന്നാലും എല്ലാ ജോലികളും നിങ്ങൾ നന്നായും ശരിയായും പൂർത്തീകരിക്കുന്നതിനാൽ ഈ സാഹചര്യം നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടും. ഈ ആഴ്ച ചില വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിനാൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ട് തോന്നാം. അത്തരമൊരു സാഹചര്യത്തിൽ തുടക്കം മുതൽ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ പരിപാലിക്കുക. ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ തന്നെ കാണാൻ ശ്രമിക്കുക. മീനം രാശിക്കാർ പൂരിട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി നാളുകാരാണ് മീനം രാശിക്കാർ. ഈ ആഴ്ച നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളാകാൻ വഴിയൊരുക്കും. ഇതിന്റെ നിഷേധ ഫലങ്ങൾ ജോലിസ്ഥലത്തെ നിങ്ങളുടെ ലക്ഷ്യത്തിനെ ബാധിക്കും. ഈ കാലയളവിൽ നിങ്ങൾ ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വരുമാനത്തിലെ തുടർച്ചയായ വർധനവ് കാരണം ഈ ചെലവുകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകില്ല. എന്നിരുന്നാലും പണം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കാൻ ശ്രമിക്കുക. അതിനാൽ വരുമാനവും ചിലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതാണ്. ഈ ആഴ്ച മൊത്തത്തിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിന് വളരെയധികം ഗുണം ചെയ്യും. ഈ സമയത്ത് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും മുതിർന്ന അംഗത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. എന്നിരുന്നാലും ഇതിനായി തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള സാധ്യത കാണുന്നു. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്നോ വീട്ടിലെ മുതിർന്നവരിൽ നിന്നോ ശാസന ലഭിച്ചേക്കാം. ഈ ആഴ്ചയിലുടനീളം ഇത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ഈ ആഴ്ചയിലെ നക്ഷത്ര വാരഫലം നിങ്ങൾക്ക് സഹായകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നല്ലൊരു ദിനം നേരുന്നു. നമസ്കാരം.